ഭീകരപ്രവർത്തനങ്ങൾക്ക് ഖത്തർ ധനസഹായം ഉൾപ്പെടെ നൽകുന്നുവെന്ന തരത്തിൽ അമേരിക്കൻ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് UAE, ബഹ്റൈൻ, സൗദി അറേബ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഖത്തറുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നത്. ഈ രാജ്യങ്ങളിലെ ഔദ്യോഗിക വാർത്താ ഏജൻസികളായ വാം, SPA തുടങ്ങിയവ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഖത്തറിന് നയതന്ത്ര പ്രതിനിധികൾ 48 മണിക്കൂറിനകം രാജ്യം വിട്ടു പോകണമെന്ന് UAE അടക്കമുള്ള രാജ്യങ്ങൾ നിർദ്ദേശം നൽകി. ഖത്തർ പൗരന്മാർക്ക് ബന്ധം വിച്ഛേദിച്ച് രാജ്യങ്ങൾ വിടാൻ 14 ദിവസമാണ് അനുവദിച്ചിട്ടുള്ളത്. ദുബായിയുടെ വിമാന കമ്പനിയായ എമിറേറ്റ്സ് ഇനി മുതൽ ഖത്തറിലേക്ക് പറക്കില്ല. UAEയുടെ ഔദ്യോഗിക വിമാനമായ എത്തിഹാദ് ചൊവ്വാഴ്ച ഉച്ചയോടെ ഖത്തറിലേക്ക് പറക്കുന്നത് നിർത്തിവെക്കും. ഖത്തറുമായുള്ള ആകാശ ജല റോഡ് അതിർത്തികൾ അടയ്ക്കാനും തീരുമാനമായിട്ടുണ്ട്. ഖത്തറുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ്. മുസ്ലിം ബ്രദർഹുഡ്, ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ-ഖ്വയ്ദ എന്നീ ഭീകരവാദ സംഘടനകൾക്ക് ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകി. കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലാത്ത NGOകൾക്ക് വഴിവിട്ട സഹായം, സിറിയ അടക്കം പ്രശ്നബാധിതമായ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ വിമതർക്ക് പിന്തുണ, ഖത്തറിന്റെ സ്വന്തം അൽ ജസീറ ചാനൽ ഉപയോഗിച്ച് ഭീകരപ്രവർത്തനങ്ങളെ സ്വാധീനിക്കലും പ്രോത്സാഹിപ്പിക്കലും, ഭീകരതയ്ക്കെതിരെ പോരാടുമെന്ന് വാഗ്ദാനം നൽകിയ 2014 റിയാദ് ഉടമ്പടി ലംഘിക്കൽ, 2020 ഫിഫയുടെ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകാൻ ഒരുങ്ങുന്ന ഖത്തറിനെതിരെയുള്ള ഈ നടപടി കടുത്ത തിരിച്ചടി നൽകും. ഭീകരതയ്ക്കെതിരെ അമേരിക്കയുടെ സഖ്യസേനയിൽ അംഗമാണ് ഖത്തർ. ഈ പ്രവർത്തനങ്ങൾക്കായി അമേരിക്കൻ വിമാനങ്ങൾ തമ്പടിച്ചിരിക്കുന്നത് ഖത്തറിലെ അൽ ഉബൈദ് എയർബേസിലാണ്. UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ ഖത്തറിനെതിരായ നടപടിയിൽ അമേരിക്കയുടെ നിലപാട് ഏറെ നിർണായകമാകും. ഐപ്പു വള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്, ദുബായ്.